എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 5-ാമത്തെ സർഗത്തിലെ 95ഉം 96ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തം തന്നെയാണുള്ളത്. ഈ ഒരു സർഗത്തിൽ ധാരാളമായിട്ട് ഉപജാതി വൃത്തമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കഥ വളരെ ലളിതമായിട്ടുള്ള വൃത്തത്തിൽ ഭാഷയിൽ പറഞ്ഞുകൊണ്ട് പോവുകയാണ് ചെയ്യണത്. ഇവിടെ വലിയ വലിയ വാക്കുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഭഗവാന്റെ ലീല കൊണ്ടുള്ള ചില കീഴ്പ്പെടുത്തലുകൾ, അസുരന്മാരെ ഒതുക്കലുകൾ, അതൊക്കെയാണ് വർണ്ണിച്ചു കൊണ്ടിരിക്കുന്നത്. കാളിയനെ എങ്ങനെയാണ് തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കണത് എന്നുള്ളതാണ് ഇന്നത്തെ ഈ 2 ശ്ലോകങ്ങളിലും കവി വർണ്ണിക്കുന്നത്. നമുക്കാദ്യം 95-ാമത്തെ ശ്ലോകം നോക്കാം. പര്യായതസ്തന്നതിമുന്നതിം ച ബിഭ്രന്തി ചണ്ഡശ്വസിതാനിലാനി ശനൈർദയാവാൻ ധൃതി സന്നിഭാനി നിപീഡയാമാസ സതച്ഛിരാംസി. ആദ്യം പദച്ഛേദം നോക്കാം. പര്യായത സന്നതിം ഉന്നതിം ച ബിഭ്രന്തി ചണ്ഡശ്വസിതാനിലാനി ശനൈഃ ദയാവാൻ ധൃതി സന്നിഭാനി നിപീഡയാമാസ സ തച്ഛിരാംസി. തച്ഛിരാംസി നിപീഡയാമാസ. തച്ഛിരാംസി തസ്യ ശിരാംസി. ശിരാംസി എന്ന് പറഞ്ഞാൽ ശിരസ്സുകൾ. ബഹുവചനാണ്. 1ഉം 2ഉം എന്നല്ല, അനവധി ശിരസ്സുകളുണ്ട്. 5 10 1000 ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും ഓരോ തലകളും ഓരോ അഹങ്കാരത്തിൻ്റെ പ്രതീകങ്ങളാണ്. മനസ്സിൽ തോന്നുന്നതായ അഹങ്കാരത്തിൻ്റെ പ്രതീകമായിരുന്നു കാളിയൻ്റെ. 1000 തലകളുണ്ടെന്ന് പറയുമ്പോൾ അത്രയ്ക്ക് കടുത്ത അഹങ്കാരിയായിരുന്നു എന്നർത്ഥം. ഓരോ തലകളിലും ചവിട്ടുകൊടുത്ത് ഭഗവാൻ ആ അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്യാനുണ്ടായത്. കാളിയൻ്റെ അഹങ്കാരം മുഴുവനും അവിടെ നശിച്ചു പോവുകയാണ് ചെയ്യണത്. ഇവിടെ എന്താ ഉണ്ടായത് എന്ന് വർണ്ണിക്കുകയാണ്. സ കൃഷ്ണ, ആ കൃഷ്ണൻ കഴിഞ്ഞ ശ്ലോകത്തിൽ നിന്ന് എടുത്ത് പറയാണ്. പര്യായത. പര്യായത എന്ന് പറഞ്ഞാൽ ക്രമേണ. എന്തുകൊണ്ടാണ് ഇവിടെ ക്രമേണ എന്ന് പറയുന്നത്? അടുത്ത വാക്ക് കൂടി, അതിൻ്റെ അർത്ഥം കൂടി പറയുമ്പോൾ കിട്ടും. സന്നതിം ഉന്നതിം ച ബിഭ്രന്തി തച്ഛിരാംസി. സന്നതിം ഉന്നതിം ബിഭ്രന്തി. സന്നതി എന്ന് പറഞ്ഞാൽ താഴ്ന്നു പോവുക, ഉന്നതി എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് വരിക. അതായത് നമനോന്നമനം, നമന ഉന്നമനം, നമനോന്നമനേ എന്നാണ് പറയുക. നമനവും ഉന്നമനവും, താഴേക്കുള്ള പോക്കും മുകളിലേക്കുള്ള വരവും. അതായത് ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് ഭഗവാൻ നർത്തനമാടുന്ന സമയത്ത് ഒരു കാലുകൊണ്ട് അമർത്തി ചവിട്ടുമ്പോൾ കാളിയൻ്റെ ഒരു ശിരസ് താഴത്തേക്ക് പോവും. അതിനെയാണ് സന്നതി എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാല് ഏതൊരു ശിരസിലാണോ ഉള്ളത്, അല്ലെങ്കിൽ 2 കാലും ഏതൊരു ശിരസിലാണോ ഉള്ളത്, അത് താഴ്ന്നിരിക്കും, മറ്റേ തലയൊക്കെ പൊന്തും. അപ്പോൾ പൊന്തി വരുന്ന ശിരസിനെ വീണ്ടും ചവിട്ടി താഴ്ത്തും. അതാണ് നമതിയദ്യതമുഷ്യ ശിരോഹരേ പരിവിഹായ തതുന്നതമുന്നതം പരിമഥൻ പദപങ്കരുഹ ചിരം വ്യഹരഥ കരതാളമനോഹരം എന്ന് മേൽപ്പത്തൂർ പറഞ്ഞത്. താഴ്ന്നു പോകുന്നതിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഉയർന്നു വരുന്നതിൻ്റെ മുകളിലേക്ക് കയറി. അതാണ് പര്യായത. മാറി മാറി എന്നർത്ഥത്തിൽ. ഒന്നിനെ ചവിട്ടി അതിൻ്റെ അഹങ്കാരം കുറയുമ്പോൾ, അത് താഴ്ന്നു പോകുമ്പോൾ അഹങ്കാരം കുറയുക. താഴുക എന്നുള്ളത് അതിൻ്റെ അഹങ്കാരം കുറയുക എന്നുള്ളതാണ്. അപ്പോൾ ഏതാണോ ഉയർന്നു വരുന്നത്, എവിടെയാണോ അഹങ്കാരം കൂടുന്നത്, അവിടേക്ക് കയറിയിട്ട് അങ്ങനെ ഉയർന്നു വരുന്ന ശിരസ്സുകളെ മുഴുവനും അമർത്തി ചവിട്ടി താഴ്ത്തിക്കൊണ്ട്, അതാണ് പര്യായത. സന്നതിം ഉന്നതിം, ഉയർന്നു വരികയും താഴ്ന്നു പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, ബിഭ്രന്തി, ആ ഒരവസ്ഥയെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ തച്ഛിരാംസി, അവൻ്റെ ശിരസ്സുകളിൽ. ആ ശിരസ്സുകൾക്ക് പിന്നെന്ത് പ്രത്യേകതയുണ്ടായിരുന്നത്? ചണ്ഡശ്വസിതാനിലാനി തച്ഛിരാംസി. ശ്വസിത അനിലാനി. ശ്വസിതം എന്ന് പറഞ്ഞാൽ കാറ്റ്, ശ്വാസോച്ഛ്വാസങ്ങൾ. ആ ശ്വാസോച്ഛ്വാസത്തിൽ മുഴുവനും അഗ്നിയായിരുന്നു. അതാണ് ചണ്ഡശ്വസിത അനിലാനി എന്ന് പറഞ്ഞത്. പ്രചണ്ഡമായിട്ടുള്ള, ഉഗ്രമായിട്ടുള്ള ശ്വാസോച്ഛ്വാസം. ചെറിയൊരു പാമ്പിൻ്റെ തന്നെ ഉച്ഛ്വാസം, അതിൻ്റെ ഊതൽ നമുക്ക് കേൾക്കാൻ പറ്റും. ഇത്രയും വലിയൊരു സർപ്പത്തിൻ്റെ കാര്യം പറയാനുണ്ടോ? ആ ശ്വാസോച്ഛ്വാസങ്ങളിൽ അടങ്ങിയിരിക്കുന്നതായ തീയ് അതിങ്ങനെ പുറത്തേക്ക് തുപ്പിക്കൊണ്ടിരുന്നു. അങ്ങനെയുള്ളതായ അവൻ്റെ ശിരസ്സുകളെ ദ്വിതീയ ബഹുവചനാണ്. ചണ്ഡശ്വസിതാനിലാനി തച്ഛിരാംസി. അങ്ങനെയുള്ളതായ അവൻ്റെ ശിരസ്സുകൾ. മാത്രമല്ല ധൃതി സന്നിഭാനി. ധൃതി എന്നുള്ളതിന് ചർമ്മപുടം എന്നാണ് പറയുന്നത്. അതായത് വലിയൊരു തോല് പോലെ അല്ലെങ്കിൽ
ഭസ്ത്രം എന്നൊക്കെ പറയും, ചർമ്മപുടം, ഭസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ധൃതി. അതായത് ഇവിടെ പത്തി വലിയ സഞ്ചി പോലെയുള്ളത്, അല്ലെങ്കിൽ വളരെ നിവർത്തി വച്ചിരിക്കുന്ന ഒരു തോല് പോലെ, അതൊക്കെയാണ് ഈ പടങ്ങളെ പറ്റിയിട്ട് വർണ്ണിക്കുമ്പോൾ. ഈ കാളിയൻ്റെ 1000 ശിരസ്സുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് കണ്ടാൽ ഒരു വലിയ ചർമ്മം കൊണ്ടുണ്ടാക്കിയ ഒരു പ്രതലം പോലെ, അതായത് തോല് കൊണ്ടുണ്ടാക്കി വച്ചിരിക്കുന്ന എന്തോ ഒരു സാധനം പോലെ, കണ്ടാൽ പേടിയാവുന്ന ഒരു വലിപ്പമുള്ളതായിട്ടുള്ള ഒരു തോല് കൊണ്ടുണ്ടാക്കിയ ഒരു വസ്തു, ഒരു സഞ്ചി പോലെയോ ചാക്ക് പോലെയോ എന്നൊക്കെ പറയാൻ പറ്റും. അങ്ങനെയുള്ളതായിട്ടുള്ള അവൻ്റെ ആ ശിരസ്സുകൾ നിരന്ന് നിൽക്കുകയാണ്, 1000 ശിരസ്സുകൾ. അതാണ് ധൃതി സന്നിഭാനി തച്ചിരാംസി ശനൈഹി. ശനൈഹി എന്ന് പറഞ്ഞാൽ മന്ദം, പതുക്കെ പതുക്കെ, ധൃതിയൊന്നും ഉണ്ടായില്ല. അതാണ് ശനൈഹി ദയാവാൻ സ നിപീഡയാമാസ. ദയാവാനായിട്ടുള്ള കൃഷ്ണൻ ആ ശിരസ്സുകളെ മർദ്ദിച്ചു, പീഡിപ്പിച്ചു. പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അഹങ്കാരമില്ലാതെയാക്കി, കാലുകൊണ്ട് മർദ്ദനം നടത്തി. കാളിയ മർദ്ദനം എന്നാണല്ലോ പേര് തന്നെ. അതായത് അവിടെ വധല്യ, മർദ്ദനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ദയാവാൻ എന്നുള്ള വിശേഷണം അവിടെ കൊടുത്തത്. ആ കാളിയനോട് ദയൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ ഭഗവാൻ കാളിയനെ എന്നേ വധിച്ചേനെ. പക്ഷേ ദയയുണ്ട്. അതുകൊണ്ട് ദയാവാനാണ് എന്നുള്ളത് കൊണ്ട് കാലുകൊണ്ട് മർദ്ദിച്ച് അവശനാക്കുക. അവശത എന്ന് പറയുമ്പോൾ മാനസികമായിട്ടുള്ള ആ അഹങ്കാരത്തിനെ ഇല്ലായ്മ ചെയ്യൽ എന്നുള്ളതാണ് പ്രധാനം. ചവിട്ട് കിട്ടുമ്പോൾ ശരീരത്തിന് ക്ഷീണം ഉണ്ടാവും എന്നുള്ളത് സത്യം തന്നെ. അതോടൊപ്പം തന്നെ അഹങ്കാരത്തെ കൂടി ഇല്ലായ്മ ചെയ്ത് അവശനാക്കി കളഞ്ഞു. അതുകൊണ്ട് ഇവിടെ പറയാണ്, ആ വാക്ക് അവിടെ വളരെ കൃത്യമായിട്ട് കവി വളരെ ശ്രദ്ധിച്ച് തന്നെ ചേർത്തിരിക്കുന്നതാണ് ദയാവാനെന്ന്. അവിടെ പറയേണ്ട കാര്യമില്ല. കൃഷ്ണൻ ചവിട്ടുകയാണ് ചെയ്യണതെന്നുണ്ടെങ്കിൽ പിന്നെ എവിടെയാ ദയ? പക്ഷേ ദയ എന്നുള്ളത് ഈ കാളിയനെ നന്നാക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് പോണതെന്നുള്ളത് കൊണ്ടാണ് കവി പറഞ്ഞത്. അതുകൊണ്ട് ദയയോട് കൂടിയിട്ട് ഒരു പാഠം പഠിപ്പിച്ചു, അതാണ് ഉണ്ടായത്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. 96-ാമത്തെ ശ്ലോകം നോക്കൂ. പാദാഭിഘാതത്രുടിതാസ്ഥിസന്ധേ തസ്യാനനാദ്വാരിണി ശോണിതൗഘ ധാതുപ്രവാഹാശിഖരാദിവാദ്രേ പപാതവേഗേന നിബദ്ധഘോഷ. ഈ ശ്ലോകത്തിലെ പദച്ഛേദം നോക്കാം. പാദാഭിഘാതത്രുടിതാസ്ഥിസന്ധേ തസ്യ ആനനാദ് വാരിണി ശോണിതൗഘ ധാതുപ്രവാഹ ശിഖരാത് ഇവ അദ്രേ പപാത വേഗേന നിബദ്ധഘോഷ. എന്താണ് ചവിട്ട് കിട്ടിയപ്പോൾ എന്താണ് കാളിയന് സംഭവിച്ചത് എന്ന് പറയാണ്. പാദാഭിഘാതത്രുടിത അസ്ഥിസന്ധേഹ. ദയാവാനൊക്കെ ആയിരുന്നു എങ്കിലും ഭഗവാന്റെ ചവിട്ട് കൊണ്ടപ്പോൾ പാമ്പിന് എന്താ സംഭവിച്ചത്? പാദാഭിഘാതേന ത്രുടിത അസ്ഥിസന്ധേഹ. പാദത്തിൻ്റെ പീഡനം കൊണ്ട്, അതായത് കാലിൻ്റെ ചവിട്ട് കൊണ്ട് ത്രുടിതമായ പൊടിഞ്ഞു പോയതായ അസ്ഥികളുടെ സന്ധികളോടുകൂടിയവൻ, അങ്ങനെയുള്ള ആ കാളിയൻ്റെ, അതാണ് പാദാഭിഘാത ത്രുടിത അസ്ഥി സന്ധേഹ. എല്ലാ സന്ധിബന്ധങ്ങളും പൊട്ടിപ്പോയി. പാമ്പിന് അത്ര അധികമൊന്നും സന്ധിബന്ധങ്ങളില്ല എങ്കിലും ഉള്ളതൊക്കെ പൊട്ടിപ്പോയി. അതാണ് ത്രുടിതമായി പൊട്ടി തകർന്നു പോയതായ ഛിന്ന ഭിന്നമായി പോയ സന്ധിബന്ധങ്ങളോട് കൂടിയവനായി, അസ്ഥിക്കൊക്കെ ക്ഷതം വന്നു. അങ്ങനെയുള്ളവനായ തസ്യ കാളിയസ്യ വദനാത്, വദനത്തിൽ നിന്ന്, ആനനത്തിൽ നിന്ന്, ആ കാളിയൻ്റെ മുഖത്ത് നിന്ന്, വായിൽ നിന്ന് എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആനനാത് ശോണിതൗഘം എന്ന് പറഞ്ഞാൽ ശോണിതം രക്തം, ഔഘം പ്രവാഹം. ശോണിത പ്രവാഹം, രക്തപ്രവാഹം എങ്ങനെയാണ് വന്നത്? അതങ്ങോട്ട് ഒഴുകി വന്നു എന്നാണ് വർണ്ണിക്കുന്നത്. അത് ഏതുപോലെയാണെന്നും കൂടി കവി പറയാണ്. അദ്രേഹെ ശിഖരാത് ധാതുപ്രവാഹ ഇവ. അദ്രേഹെ ശിഖരാത്, വലിയ വലിയ പർവ്വതങ്ങൾ, ആ പർവ്വതങ്ങളുടെ ശിഖരത്തിൽ നിന്നും ധാതുക്കൾ ഒഴുകി വരുന്നത് പോലെ. ധാതു എന്നുള്ളത് കൊണ്ട് ഈ മണ്ണിന് പല നിറങ്ങൾ കൊടുക്കുന്നത് ധാതുക്കളാണ്. നല്ല ചുവന്ന നിറം, കറുത്ത നിറം, അതുപോലെ നീല നിറം, ഇങ്ങനെയുള്ള നിറങ്ങളൊക്കെ മണ്ണിനുണ്ടാവുന്നത് പലതരത്തിലുള്ള ധാതുക്കളുടെ സാന്നിധ്യം കൊണ്ടാണ്. മണ്ണിൽ അല്ലെങ്കിൽ ഉള്ളിൽ, മണ്ണിൻ്റെ ഉൾഭാഗത്ത് ചില സമയങ്ങളിൽ പാറയൊക്കെ പൊട്ടിയിട്ട് മണ്ണിൻ്റെ ഉൾഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പാറയുടെ ഉൾഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള ധാതുക്കളൊക്കെ പൊട്ടിയൊലിച്ച് വീഴാറുണ്ട്.
അങ്ങനെ ഒലിച്ചു വീഴുമ്പോൾ അതിനൊരു കറുത്ത അല്ലെങ്കിൽ ഒരു ഇരുണ്ട നിറമാണുള്ളത്. അതുപോലെയാണെന്നാണ് ഇവിടെ പറയുന്നത്. വലിയ ഉയർന്നു നിൽക്കുന്ന ഒരു പർവ്വതത്തിൻ്റെ ശിഖരത്തിൽ നിന്നും അദ്രേഹ ശിഖരാത് പ്രവാഹ ഇവ, ധാതുപ്രവാഹം എന്നതുപോലെ ധാതുക്കളുടെ ഒരു ഒഴുക്ക് എന്നതുപോലെയായിരുന്നു കാളിയൻ്റെ വായിൽ നിന്നും ചോര പുറത്തേക്ക് വന്നത്, കാളിയൻ ചോര ഛർദ്ദിച്ചത് എന്നർത്ഥം. അത് വേഗേന നിബദ്ധഘോഷ പപാത, വേഗേന വളരെ വേഗത്തിൽ, അത് വലിയൊരു പ്രവാഹം തന്നെയായിരുന്നു. ഒരു അരുവി പുറപ്പെട്ടതുപോലെയൊക്കെയാണ് കാളിയൻ്റെ ആനനത്തിൽ നിന്ന്, വായിൽ നിന്ന് അത് പുറത്തേക്ക് വന്നത്. വലിയൊരു ശബ്ദത്തോടു കൂടിയിട്ട് വെള്ളത്തിലേക്ക് പട്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അതിങ്ങനെ ഒഴുകി വീഴുന്ന ഒരു ശബ്ദമാണ് അവിടെ പറഞ്ഞത്. വേഗേന നിബദ്ധഘോഷ പപാത, വാരിണി പപാത, വലിയൊരു ശബ്ദത്തോടു കൂടിയിട്ട് കാളിയൻ്റെ അകത്തുള്ളതായ ചോര വായിൽ കൂടെ പുറത്തേക്ക് വന്ന് ഈ വെള്ളത്തിൽ കാളിന്തി നദിയിലേക്ക് വന്നു വീണു. കാളിയൻ അതിശക്തമായിട്ട് ചോര ഛർദ്ദിക്കാൻ തുടങ്ങി എന്നാണ് പറയണത്. തലയ്ക്ക് ചവിട്ട് കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. കാളിയൻ്റെ ആ ഒരു താഴ്ചയാണ് ഇവിടെ വർണ്ണിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞു, അഹങ്കാരങ്ങളൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ തലകളും എല്ലാ പത്തികളും അവൻ താഴ്ത്തുക തന്നെ ചെയ്തു എന്നർത്ഥം. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. പര്യായതസ്തന്നതിമുന്നതിം ച ബിഭ്രന്തി ചണ്ഡശ്വസിതാനിലാനി ശനൈർദയാവാൻ ധൃതി സന്നിഭാനി നിപീഡയാമാസ സത്തച്ഛിരാംസി പാദാഭിഘാതത്രുടിതാസ്ഥിസന്ധേഃ തസ്യാനനാദ്വാരിണി ശോണിതൗഘ ധാതുപ്രവാഹ ശിഖരാദിവാദ്രേഃ പപാതവേഗേന നിബദ്ധഘോഷ. അതിഭീകരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.